ഇന്നത്തിന്റെ അതിപരിശുദ്ധമായ നാമവും ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യെശയ്യാവിന്റെ പ്രവചനം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇതിന്റെ പശ്ചാത്തല വാക്കുകൾ പറയാതെ നേരെ ഞാൻ ആ വചനവാക്കിലേക്ക് മാത്രം കയറുക. അശൂർ പ്രബലമായി ഇസ്രായേലിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന മേഖലയിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവരുന്നത് പുഷ്ടി അവരുടെ മേൽ അയച്ച് അവരുടെ മേല് വെച്ചിരുന്ന ചുമടും മുഖവും മാറും എന്ന പ്രവചനവാക്യമാണ് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ വിശദമാക്കിയാൽ, ഈ ജനത്തിൻ്റെ മേൽ ഒരു ചുമടുണ്ട്, ഈ ജനത്തിൻ്റെ മേൽ ഒരു നുകമുണ്ട്. ഇത് അവരെ അടിമത്തത്തിലും മുഖം കുനിയിക്കുന്നതിനും അപമാനത്തിനും ഒക്കെ കാരണമായി തീർന്നു. എന്നാൽ ദൈവം ഈ മേഖലയിൽ നിന്ന് അവരെ ഉദ്ധരിക്കുക, ഇവരുടെ മേൽ വച്ചിരിക്കുന്ന നുകവും ഇവരുടെ മേൽ വച്ചിരിക്കുന്ന ചുമടും ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുക. ആ നീക്കുന്നത് എങ്ങനെയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നീക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഈ ജനത്തിന് പുഷ്ടി കൊടുക്കുമ്പോൾ, ഈ ജനത്തിന് ദൈവം ശക്തി കൊടുക്കുമ്പോൾ, ഈ ചുമടും ഈ നുകവും താനെ മാറിപ്പോകും. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാം. അപ്പൊ നുകം മാറുവാൻ, പ്രൈസ് ദി ലോർഡ്, ചുമട് മാറുവാൻ ചെയ്യേണ്ടത് പുഷ്ടിപ്പെടുക എന്നുള്ളതാണ്, ശക്തിപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങളൂടെ എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കണമെന്ന് ആഗ്രഹം. 29-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 3-ാമത്തെ വാക്യം തൊട്ട് 10-ാമത്തെ വാക്യം വരെ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി മുഴങ്ങുന്നു, തകർക്കുന്നു, ചിഹ്നിക്കുന്നു, ഇങ്ങനെ തുടങ്ങി നടുക്കുന്നു തുടങ്ങിയ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് ആ വാക്ക് പറഞ്ഞ് താഴെ നിർത്തുന്നത് എങ്ങനെയാണെന്ന്, ഈ ശക്തി തൻ്റെ ജനത്തിന് കൊടുക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം, തൻ്റെ ജനം പ്രതിസന്ധിയിലാകുമ്പോൾ, പ്രതികൂലത്തിലാകുമ്പോൾ, വേദനയിലാകുമ്പോൾ ഭാരപ്പെടേണ്ട ഈ ശക്തി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ചിഹ്നിപ്പിച്ചു കളയുന്ന, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ തകർത്ത് കളയുന്ന, പ്രൈസ് ദി ലോർഡ്, ചില മേഖലകളുണ്ട്. ആ ശക്തി തൻ്റെ ഭക്തന്റെ മേൽ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭക്തനെ തകർക്കുവാൻ ഒരു മേഖല വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ മേൽ ഈ ശക്തി വന്നിട്ട്, ഹല്ലേലൂയ, അവൻ തകരപ്പെടുകയല്ല, ആ പ്രശ്നം തകരപ്പെട്ടു പോകും. അവന്റെ മേലൊരു നുകം വന്നാൽ, അവന്റെ മേലൊരു ചുവട് വന്നാൽ, അല്ല, ദൈവം തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുമ്പോൾ ചുമട് തകരുകയാണ്, അല്ല, നുകം പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, നാം ആഗ്രഹിക്കേണ്ടത്, ദൈവമേ ഈ ശക്തി എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം എത്ര വലുതാകട്ടെ, അല്ലത് പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ, നമുക്കത് കഴിയില്ലെന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ ലോകത്തിൻ്റെ ചിന്തകളിലൂടെ വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനൊരു വാക്കിതാണുള്ളത്.
പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുമ്പോൾ അവൻ്റെ മേൽ എത്രമാത്രം പ്രശ്നമുണ്ടെങ്കിലും, എത്രമാത്രം ഹല്ലേലൂയ പ്രതികൂലമുണ്ടെങ്കിലും, ആ പ്രതികൂലം ഹല്ലേലൂയ തകരും. കാരണം ഇവന്റെ മേൽ ആ പ്രശ്നം ഫലിക്കില്ല, ഇവന്റെ മേൽ ഹല്ലേലൂയ പ്രതികൂലം ഫലിക്കില്ല. കാരണം സ്തോത്രം, ആ പ്രതികൂലത്തെക്കാൾ അതിനെ തകർക്കുന്ന ശക്തി ദൈവം ഇവന്റെ മേൽ പകരുമെന്ന്. ഒന്നുകൂടെ ഞാൻ അത് വിശദമാക്കാൻ 2-3 ചിന്തകളോടെ നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രവചനം, ഹല്ലേലൂയ സ്തോത്രം, പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം 3-ാം അധ്യായത്തിൽ യഹൂദ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ അല്ലെങ്കിൽ നെബൂഖദ്നേസർ കൊണ്ടുവന്ന് തീയിലേക്കിടുന്നു. ആ തീയിലേക്കിടുന്നത് കേവലം ചുമ്മാതെ ഇടുകയല്ല, അത് തീ 7 മടങ്ങ് ശാലിനെ ബലപ്പെടുത്തിയെന്ന, തീക്ക് 7 മടങ്ങ് ബലം കൊടുത്തു. എന്നുവെച്ചാൽ 7 മടങ്ങ് കൂട്ടി, ആഴി അത്രയും കൂട്ടി. ആ തീയുടെ ബലത്തിന്റെ ശക്തി അറിയുവാൻ ഇവരെ പിടിച്ചുകൊണ്ടുപോയ ആ പട്ടാളക്കാർ കരുത്തരായ പട്ടാളക്കാരെയാണ് നിയോഗിച്ചത്. അവരെ ഹല്ലേലൂയ സ്തോത്രം, അവരെ പോലെ ഈ തീ വിഴുങ്ങിക്കളഞ്ഞു. ഇടാൻ പോയവരെ വിഴുങ്ങപ്പെട്ടു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആ തീയുടെ സ്വഭാവം എന്നുള്ളത് ഏതിനെയും വിഴുങ്ങും, ഏതിനെയും ദഹിപ്പിക്കും. എന്നാൽ യഹൂദ ബാലന്മാരെ ദഹിപ്പിക്കുവാൻ ആ തീക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ആ തീയുടെ അല്ലെങ്കിൽ ശക്തി എന്നുള്ളത് ദഹിപ്പിക്കുക എന്നുള്ള ശക്തിയാണ്. ആ തീയുടെ ശക്തി എന്നുള്ളത് വിഴുങ്ങുക എന്നുള്ള ശക്തിയാണ്. ആ ശക്തിയേക്കാൾ വലിയൊരു ശക്തി യഹൂദ ബാലന്മാരിൽ ഹല്ലേലൂയ ദൈവം കൊടുത്തപ്പോൾ ഹല്ലേലൂയ തീക്ക് ഇവരെ തൊടാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത വിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുഖമില്ലെന്നുള്ളതല്ല, ചുവടില്ലെന്നുള്ളതല്ല, തൻ്റെ ദാസന്മാർക്ക് ദൈവം പുഷ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ്. Praise the Lord. ഹല്ലേലൂയ. 29 സംഗീതം നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ സ്തോത്രം, യഹോവയുടെ ശക്തി തൻ്റെ ജനത്തിന് കൊടുക്കും. എന്തുകൊണ്ടാ? മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്നതിനെ ഹല്ലേലൂയ തകർക്കുവാൻ, തൻ്റെ ഭക്തന്മാരെ തകർക്കുവാൻ നിൽക്കുന്ന ശക്തി എത്ര വലുതാണോ അതിനേക്കാൾ വലിയൊരു ശക്തി തൻ്റെ ജനത്തിന് കൊടുക്കും. ഒന്നുകൂടെ ഞാൻ ചില ചിന്തകളൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുവാൻ ആഗ്രഹിക്കുക. ഈ ദാനിയേലിന്റെ പ്രവചനത്തിൽ തന്നെ, പുസ്തകത്തിൽ തന്നെ കാണുന്ന ഒരു ഭാഗമാണ് ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് ഇടുന്നത്. ഏതിനെയും കിട്ടിയാലും സിംഹം വീഴുന്നു. ഹല്ലേലൂയ. അത് അർത്ഥമാക്കുന്നത് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം, അതിനുശേഷം ഹല്ലേലൂയ ദാനിയേലിനെതിരെ വിരോധമായി രേഖ എഴുതിപ്പിച്ച സ്തോത്രം രാജാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചവരെ പിന്നീട് ഈ സിംഹക്കുഴി ഇടുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവനായിട്ട് ഇടുന്നു. അവരെ മുഴുവനും സിംഹം തിന്നുകളയുന്നു. എന്നാൽ സ്തോത്രം ദാനിയേലിനെ തിന്നുവാൻ ഈ സിംഹത്തിന് കഴിഞ്ഞില്ല. സിംഹത്തിന്റെ സ്വഭാവം ഹല്ലേലൂയ അതെന്താണ്? അതെപ്പോഴും മറ്റൊരുവനെ തിന്നുകളയുന്നതാണ്, മറ്റുള്ളവരെ കടിച്ചു കീറുന്ന. എന്നാൽ ദാനിയേലിൽ സിംഹത്തിന്റെ ഈ സ്വഭാവത്തെക്കാൾ വലിയൊരു ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് സിംഹത്തിന് ദാനിയേലിനെ തൊടുവാനായിട്ട് കഴിഞ്ഞില്ല. സിംഹത്തിന്റെ ശക്തി ഒന്നും കുറഞ്ഞില്ല. സിംഹത്തിന് അപ്പോഴും സിംഹം തന്നെയാണ്, അതിന്റെ സ്വഭാവവും തന്നെയാണ്. പക്ഷേ ദാനിയേലിൽ ഹല്ലേലൂയ അതിനേക്കാൾ വലിയൊരു ശക്തി വന്നപ്പോൾ സിംഹത്തിന് ദാനിയേലിനെ തൊടുവാനായിട്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം അറിയേണ്ട ചില മേഖല, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഹല്ലേലൂയ നാം അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലാ താഴ്വരയിൽ ദാവീദ് സ്തോത്രം ഗോലിയാത്തുമായി ചെയ്യുന്ന യുദ്ധമുണ്ട്. അത് നമ്മൾ കാണുന്നത്, ഗോലിയാത്ത് തന്നെ താൻ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ തനിക്കൊരു ഒരു നായെ പോലെ തോന്നുന്നത്. എന്ന് വെച്ചാൽ ശരീരഘടനയിൽ ആയുധവാഹക ചിന്ത ഹല്ലേലൂയ ഉപയോഗിക്കുന്നതിലൊക്കെ വളരെ പ്രാവീണ്യമുള്ളവനാ ഗോലിയാത്ത്. പക്ഷേ ദാവീദിൽ ഇതൊന്നുമില്ലായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നത് ഗോലിയാത്തിന്റെ ഹല്ലേലൂയ പുറമേയുള്ള ശക്തി കൊണ്ടല്ല, പകരം ദാവീദിൽ പകരപ്പെട്ട ഒരു അഭിഷേകം കൊണ്ടാണ്. ഗോലിയാത്തിനെ ദൈവം ചെറുതാക്കിയില്ല, പക്ഷെ ദാവീദിൽ ദൈവം ഗോലിയാത്തിനെ ജയിക്കുന്ന ഒരു അഭിഷേകം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. കനാൻ ഉറ്റുനോക്കുവാൻ വേണ്ടി
12 പേരെ അയച്ചു. 12 പേരിൽ 2 പേർ മാത്രം മടങ്ങി വന്ന് 2 പേർ പറയുന്ന അഭിപ്രായവും 10 പേർ പറയുന്ന അഭിപ്രായവും തമ്മിൽ സ്തോത്രം ഒരു 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 ഭിന്നത അവിടെ കാണുവാനിടയായി തീരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു കാര്യത്തിൽ യോജിക്കുന്നു. അവിടെ അനാക്യമല്ലന്മാരാണ്, ഞങ്ങളെ അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി എന്നൊക്കെ പറയുന്നത് സത്യമാണ്. അതിൻ്റെ അർത്ഥം ഇതാ, ഹല്ലേലൂയ സ്തോത്രം, കണ്ടാലും നോക്കിയാലും ഒക്കെ ആ രാജ്യത്തെ കനാനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് ഈ 12 പേര് ഒരുപോലെ സമ്മതിച്ചു. പക്ഷേ അവിടെ കാലേബ് യോശുവയും വ്യത്യസ്തരാകുന്നത് ഇങ്ങനെയാ. അവർ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. ഇവർ പറയുന്ന കാര്യമൊക്കെ ശരിയാ, പുഷ്ടിയുള്ള ദേശമാണ്, അവിടുത്തെ ജനം വലിയ ശക്തന്മാരാണ്, ഒക്കെ ശരിയാ. പക്ഷെ യഹോവ ഹല്ലേലൂയ ആ ദേശത്തെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയും. ദൈവമക്കളെ, ഈ അനാക്യമല്ലന്മാരെ എങ്ങനെയാണ് ഇവർ വെട്ടിക്കിളിയെ പോലെ തോൽപ്പിക്കാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമ്മുടെ ചിന്ത കിടക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഹല്ലേലൂയ ആ ശക്തി, ആ അഭിഷേകം, ആ പുഷ്ടി ഹല്ലേലൂയ കൊടുക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. ദൈവമക്കളെ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത്, പദ്ധതി എന്നുള്ളത് സ്തോത്രം ഹല്ലേലൂയ പ്രതികൂലത്തെ അതുപോലെ അങ്ങ് നിർത്തും, പ്രശ്നത്തെ അതുപോലെ നിർത്തും. നമ്മൾ നോക്കിയാൽ ഒരിക്കലും ഇതിനെ അതിജീവിക്കാൻ കഴിയുകയില്ല. പുറത്തെ ചുമട് അതുപോലെ തന്നെ ഹല്ലേലൂയ, പുറത്തൊല കഴുത്തിൽ വച്ചിരിക്കുന്ന ആ സ്തോത്രം, ആ യോക്ക്, ആ സ്തോത്രം, ആ മുഖം അതുപോലെ തന്നെ, അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ അതുപോലെ തന്നെ. പക്ഷെ ദൈവം ഒരു പദ്ധതിയാണ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ സ്തോത്രം? നിന്നെ ദൈവം പുഷ്ടിപ്പെടുത്തും, ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിനക്ക് ബലം തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം നിനക്ക് അഭിഷേകം തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കതിനെ ജയിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രതികൂലത്തെ കുറയ്ക്കുകയല്ല, നിന്നെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. പ്രതികൂലത്തെ മാറ്റുക എന്നുള്ളതല്ല, നിനക്കൊരു അഭിഷേകം തരിക എന്ന ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. നിന്നെ ശക്തീകരിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതി, നിന്നെ ബലപ്പെടുത്തുക എന്ന ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ പുഷ്ടിപ്പെടുത്തി, നിന്നെ ശക്തിപ്പെടുത്തി ഹല്ലേലൂയ നീ അതിനെ ജയിക്കുന്നു എന്നുള്ളത് ആ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവ ശക്തിക്കായി ആഗ്രഹിക്കുക, ദൈവിക പുഷ്ടിക്കായി ആഗ്രഹിക്കുക, ദൈവത്തെ ബലത്തിനായി ആഗ്രഹിക്കാം, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ശക്തി ലഭിക്കുവാനായി ആഗ്രഹിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 4:13 ഹല്ലേലൂയ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ പ്രശ്നമില്ലെന്നല്ല, എൻ്റെ മുമ്പിൽ പ്രതികൂലമില്ലെന്നല്ല, എൻ്റെ മുമ്പിൽ വേദനയില്ലെന്നല്ല. പ്രൈസ് ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഏതു ഭക്തനും കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വിശാലമായൊരു വഴിയല്ല, പ്രൈസ് ഇടുക്കുവാതിലൂടെ അപ്പുറം കടക്കുന്നവൻ. ഹല്ലേലൂയ. ഓരോ ഭക്തനും ഇടുക്കുവാതിലൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഇടുക്കുവാതിൽ നിന്നെ തകർക്കത്തില്ല. നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നിന്നെ തകർക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ പൈശാചികൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അലറും. പക്ഷെ അവന് നിന്നെ തകർക്കാൻ കഴിയാത്തത് ഹല്ലേലൂയ ദൈവം നിനക്കൊരു പുഷ്ടി തരും, ദൈവം നിനക്കൊരു ശക്തി തരും, ദൈവം നിനക്കൊരു ബലം തരും. ഹല്ലേലൂയ. ദൈവം നിന്നെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവം നിന്നെ ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ തക്ക രീതിയിൽ നിന്നെ ശക്തീകരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ബലത്തിനായി, കർത്താവിൻ്റെ ശക്തിക്കായി, കർത്താവിൻ്റെ പുഷ്ടിക്കായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങ് തന്ന ഈ നല്ല പ്രഭാതം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ കപ്പാ. മാത്രമല്ല കർത്താവേ സ്തോത്രം, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ കർത്താവേ ഈ ലോകത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അനേക പ്രശ്നങ്ങൾ, അനേക പ്രതികൂലങ്ങൾ, അനേക വേദനകൾ, അനേക നിന്ദകൾ പിശാച് ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ കൊണ്ടുവെക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങനെയൊക്കെ പുഷ്ടി തരുന്ന കൊണ്ട് സ്തോത്രം. അതിനെ അതിജീവിക്കുവാൻ അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ തരുന്ന കൊണ്ട്
സ്തോത്രം. അതിനെ അതിജീവിക്കുവാൻ അങ്ങയുടെ ബലം ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബലവും ശക്തിയും ഈ അഭിഷേകവും ഈ പുഷ്ടിയും ജനത്തിന് കൊടുത്തു കർത്താവേ. പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ, ഞങ്ങൾ ശക്തരാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെല്ലാം ശക്തരായി മാറും, ശക്തമായി മാറും. കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ച് അതിന്മേൽ ജയം കൊണ്ട് മുന്നോട്ട് പോകുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ഈ വചനം ജനത്തിന്മേൽ വിടുതലായി വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്കായി ജീവത്തൊക്കെ സുരേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, ആമേ. അനുഗ്രഹീതമായൊരു പ്രഭാതം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. God bless you.